കുഞ്ഞു കുട്ടി കണ്ട. ആദ്യം ഫസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ലവ് ബേർഡ്സുകൾ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരല്ല, ആദ്യം വേറെ ആളുകളായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ ഒരു 1 ഇയർ ഒക്കെ ആവാനായി ഞങ്ങളുടെ കൂടെ. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ മുട്ട ഇടും. എന്നിട്ട് 5-6 മുട്ട ഇപ്പോൾ ഇന്നാൾ ഇട്ടുണ്ടായിരുന്നേ. പക്ഷേ എല്ലാം അവരെന്നെ പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പം വീണ്ടും അവർ 3 മുട്ട ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ആളും അതിൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. കണ്ടോ, 2 ആളും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും അറിയല് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇവരിങ്ങനെ മുട്ട പൊട്ടിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ള അറിയലൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. പിന്നെ ഉള്ളത് ഇവർ 2 പേര് കേട്ടോ. 4 പേരാണ് ഉള്ളത്. ഇത് ഈ വെള്ള പെണ്ണാണ്. പക്ഷെ ഇവരെങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചത് 2 പെണ്ണും 2 ആണുമാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതുവരെ ഇവരൊരു മുട്ടയിട്ട് കണ്ടില്ല. ഈ വെള്ള തന്നെയാണ് മുട്ടയിടുന്നത്. ഈ വെള്ളം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റിലെ കാക്ക എൻ്റെ മോനക്ക് കൊടുത്ത കേട്ടോ. എൻ്റെ മോനുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കാക്ക. അപ്പോൾ അവർ കൊടുത്താണ്. അപ്പം ഇയാൾ ഈ പച്ചപ്പ് എന്തിനാ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണമെന്ന് മനസ്സിലാവണില്ല കേട്ടോ. ഇയാളിപ്പോൾ വലിയ കാര്യത്തിൽ കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ മോളെ മേത്തട്ടിയോ സാറേ പൊരുത്തപ്പെടണേ. ഇതാണ് ഞങ്ങളുടെ മെഷീൻ കേട്ടോ. ഇത് ഈ റൂമിൽ തന്നെ വെച്ചാട്ടോ. വേൾപൂളിൻ്റെ മെഷീനാണ്. ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പഴയ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട് വന്നപ്പോൾ ഇപ്പോൾ പുതിയതൊന്ന് വാങ്ങിച്ചാണ്. ഇപ്പോൾ ഒരു റൂമിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. റൂമിൽ തന്നെ വെച്ചു. ഇവിടെ തന്നെ അയൺ ഇവിടെ തന്നെ ചിക്കിയിടും കേട്ടോ. പിന്നെ പുറത്തങ്ങനെ ഇവിടെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് പുറത്തങ്ങനെ ചിക്കിയിടാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഒരു റൂം ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ, ഒരു റൂം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. കോയിൽ വേണോ? ഇതാണ് വിചാരിക്കുന്നത്. എങ്ങനെയാ വെച്ചാൽ പരസ്പരം നമ്മൾ മുന്നേറുക. അപ്പോൾ അതിൽ കമൻ്റ് ഇടുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സബ് കൂട്ടിയിട്ടും അതുപോലെ വാച്ച് അവർ കൂട്ടാനും താല്പര്യമുള്ളവർ ചെറിയ ചെറിയ ചാനലുകളൊക്കെ ഉണ്ടാവില്ലേ എന്നെ പോലെ. അപ്പം അവർ കമൻ്റ് ഇടുക കേട്ടോ. നമുക്ക് പരസ്പരം ഒന്നിച്ച് പോവാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ പരസ്പരം ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ കൂട്ടാൻ പറ്റുമല്ലോ. വീഡിയോസ് കാണുക എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനും നിങ്ങളുടെയും കാണും, നിങ്ങളെൻ്റെയും കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേട്ടോ. കമൻ്റ് ഇടുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അപ്പം ഞാൻ അതിന് റിപ്ലൈ തരും കേട്ടോ, തീർച്ചയായിട്ടും. എങ്ങനെയാലും ഒരു 2 സെൻറ്റ് ഭൂമി ആയി കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ. 2 സെൻറ്റെങ്കിലും മതി. അതിലൊരു ഷെഡ് വീടായാലും ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുള്ളൊരു വീടാണെങ്കിലും അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. നമ്മൾ റെൻറ്റ് കൊടുക്കണ്ട, അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഇത് നമ്മൾ ഓരോരോ മാസവും 1-ാം തീയതി വരുമ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കുകയാണ്. നമ്മൾ നയിക്കുന്ന പൈസേൻ്റെ കാൽഭാഗം അവിടെ പോയി. 20 ഉറുപ്പ്യ നമുക്ക് സാലറി കിട്ടുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിന് സാലറി കിട്ടുകയാണെങ്കിൽ അതിൽ 6 രൂപ വാടക പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ 14 രൂപ ഉണ്ടാവും. അതിൽ നമ്മുടെ ചിലവ് 6 രൂപ പോകും ഒരു മാസം. അപ്പോൾ 12 ആയില്ലേ, ബാക്കി 8 രൂപ ഉണ്ടാവും. അതൊക്കെ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കണ്ടേ, അവർ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ നോക്കണമല്ലോ, നമ്മൾ മക്കളെ കടമല്ലേ. പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അല്ലാത്ത ചിലവുകൾ വേറെ, കറിക്കുള്ളതൊക്കെ വാങ്ങിക്കണം, അങ്ങനത്തെ ചിലവുകളൊക്കെ ഉണ്ട്. അപ്പം ഒന്നിനും തികയണില്ല പൈസ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ പോകുമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മോളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ജോലി ചെയ്യണേന് നമുക്ക് അങ്ങനത്തെ നാണം വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. ജോലി ചെയ്തിട്ട് നമ്മൾ പൈസ മേടിക്കണേല് എന്തിനാ നമ്മൾ നാണം വിചാരിച്ചിട്ടത്തെ കാര്യം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ഭർത്താക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കാനൊന്നും പറ്റൂല ഇന്നത്തെ സാഹചര്യത്തിൽ.
നമ്മൾ പെണ്ണുങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സ്മൂത്തായിട്ട് നല്ല സന്തോഷത്തിൽ പോകും. മറ്റേത് നമുക്ക് സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ജീവിതം എങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഒന്നൊരു സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ പോവും. നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു പോകും. പക്ഷെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു സന്തോഷവും സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും നമുക്ക് പരസ്പരം ഒന്നിച്ച് പോവാം. ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ.